ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി. അത് നിലവിൽ നമുക്കൊരു ചെറുതായിട്ടൊന്ന് മറിഞ്ഞ് വീണിട്ട് അതിൻ്റെ ലിവർ കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ബ്രേക്കിൻ്റെ. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് കയറി ജാമാവുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് ബ്രേക്ക് ടൈറ്റിൻ്റെ കേസ് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാണ്. ബ്രേക്ക് ക്യാമൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ആ കൂട്ടത്തിൽ നമ്മളെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. അപ്പോൾ അതിൻ്റെ നോക്കുമ്പോൾ അതിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ കേബിൾ മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ടിലേക്ക് വന്ന സമയത്ത് ഈ മീറ്ററിൻ്റെ ഇവിടുത്തെ ഒരു റബ്ബർ കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട്. ഈ ട്രിപ്പ് മീറ്ററിൻ്റെ ഈ സൈഡിലിടാം. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. അതൊരു 10 രൂപയ്ക്കാണ് കോസ്റ്റ് ഉള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിലേക്കൂടെ വെള്ളം ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ ബോർഡ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്തെടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ഫ്രണ്ട് ബ്രേക്ക് ചെറുതായിട്ടൊന്ന് ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. ബ്രേക്കിൻ്റെ കേബിളേ അതാണ് ആ സ്മൂത്ത് അല്ലാത്ത ഫ്രണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തതിന് ശേഷം ഈ കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. പിന്നെ ഹാൻഡിൽ ചെറിയൊരു ബെൻഡുണ്ട്. പക്ഷെ നമുക്കത് വലിയൊരു പ്രോബ്ലം ആയിട്ടൊന്നുമില്ല. അതിന് വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ ഉണ്ടത്. പിന്നെ നമ്മൾ ഓടിച്ചു നോക്കുന്ന സമയത്തുണ്ടല്ലോ അതിൻ്റെ ബാക്ക് ചെയിൻ സ്പോക്കറ്റിൻ്റെ ചെയിൻ കംപ്ലയിൻ്റ് ആയിട്ട് നല്ല രീതിയിൽ സൗണ്ട് വ്യത്യാസമുണ്ട്. കാര്യം ചെയിൻ സ്പോക്കറ്റിൻ്റെ കംപ്ലയിൻറ്റ് നമ്മളത് പറഞ്ഞില്ല. ഓടിച്ചു നോക്കുമ്പോൾ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പം നോക്കിയിട്ട് അത് ചെയ്യണമെങ്കിൽ കൂട്ടത്തിൽ കൂടെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. പിന്നെ പറഞ്ഞാൽ സീറ്റ് ഓവറും ടാങ്ക് ബാഗിൻ്റെ കേസൊക്കെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്തേക്കാം. അതേപോലെ തന്നെ ലേഡീസ് ഹാൻഡിലും കൂടെ ഒടിഞ്ഞു പോയ കേസുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ അതുകൂടി ക്ലിയർ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. എസ്റ്റിമേറ്റ് ആ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യാം. ആ ചെയിൻ സ്പോക്കറ്റ് മാറണമെന്നുണ്ടെങ്കിൽ ഇത് പറയണം കേട്ടോ. കാരണം അത് നല്ല രീതിയിൽ ഡാമേജാണ്. ഓടിക്കുമ്പോൾ നല്ല സൗണ്ട് വ്യത്യാസവും കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ.